സോ വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു. ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റ് മിനിമം ടാക്സിനെ കുറിച്ചാണ്. ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ അനദർ ടൈപ്പ് ഓഫ് ടാക്സ് പേബിൾ. അതായത് ഒരു പേഴ്സൺ നോർമൽ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ടാക്സ് കൊടുക്കുന്നത് പോലെ തന്നെ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു റേറ്റിൽ ടാക്സ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നത് നോൺ കോഓപ്പറേറ്റീവ് അസസികൾക്കാണ്. അതായത് നോൺ കോഓപ്പറേറ്റീവ് അസസികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻകം ടാക്സ് ആക്ടിനകത്ത് പേഴ്സൻ്റെ ഡെഫിനിഷനകത്ത് കമ്പനി ഒഴികെ ബാക്കിയുള്ളവർ, അതായത് ഇൻഡിവിജ്വൽ ആകാം, ഫേം, LLP ആകാം, അല്ലെങ്കിൽ AOP ഓർ BOI, എനി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ, ഇവരെയൊക്കെയാണ് നമ്മൾ നോൺ കോഓപ്പറേറ്റീവ് അസസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നത് ഒരു നോൺ കോഓപ്പറേറ്റീവ് അസസികൾക്കാണ്. സോ ഇൻകം ടാക്സ് ആക്ടിനകത്ത് സെക്ഷൻ 115JC തൊട്ട് 115JF വരെയാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് ഡീൽ ചെയ്യുന്നത്. സോ നമുക്കതിലെ ഡീറ്റെയിലേക്ക് പോകാം. സോ എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ടാക്സ് ലയബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, നോർമലി ഇൻകം ടാക്സ് ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ച് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ ഇറ്റ്സ് ആൻ അനദർ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ടാക്സ് ലയബിലിറ്റി. അതോടെ ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നോക്കാം. At times it may happen that a taxpayer, being a non-cooperative assessee, may have generated income during the year, but by taking the advantage of various provisions of income tax law like exemptions, deductions, depreciation, etc., it may have reduced its tax liability or may not have paid any tax at all. അതായത് ഒരു പ്രീവിയസ് ഇയറിൽ ഒരു നോൺ കോഓപ്പറേറ്റീവ് അസസികൾക്ക് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാവുകയും അതേസമയം ആ വർഷം തന്നെ അദ്ദേഹത്തിന് ഇൻകം ടാക്സ് ആക്ടിലെ പല പ്രൊവിഷൻസ്, അതായത് ഡിഫറെൻറ്റ് എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തുകൊണ്ട് ആ ഹ്യൂജ് പ്രോഫിറ്റിൽ നിന്ന് ഒരു നല്ലൊരു എമൗണ്ട് തന്നെ ഡിഡക്ഷൻസും എക്സംഷനുമായിട്ട് ക്ലെയിം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ടോട്ടൽ ഇൻകം കുറയുന്ന വഴി അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി അവിടെ കുറയുകയാണ്. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഗവൺമെൻറ്റിന് അതൊരു റവന്യൂ നഷ്ടമാണ്. സോ അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി കുറയുമ്പോൾ ഗവൺമെൻറ്റിന് അത്ര ടാക്സ് റവന്യൂ അവിടെ കുറയുകയാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ഈ എക്സംഷൻസും ഡിഡക്ഷൻസും ക്ലെയിം ചെയ്യുന്നത് വഴി പ്രോഫിറ്റിൽ ഒത്തിരി കുറവ് വരാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ടാക്സ് ലയബിലിറ്റിയാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. ഓക്കെ, സോ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ എ പാർട്ണർഷിപ്പ് ഫേംസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് എക്സ്പോർട്ടിംഗ് ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ വിൽ ഗെറ്റ് ആൻ എക്സംഷൻ അണ്ടർ സെക്ഷൻ 10AA. Therefore, such firm will have a huge net profit, but tax bill will be either nil or less than 18.5% profit. അതായത് ഒരു എക്സ്പോർട്ട് സോണിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാർ, അവർക്ക് ആ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഒരു സർട്ടൻ പോർഷൻ എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രോഫിറ്റിനകത്തുനിന്ന് ആ എക്സംഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നുമേ ഉണ്ടാവാതിരിക്കാം. പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് മിനിമം അവരൊരു 18.5% ടാക്സ് ലയബിലിറ്റി കൊടുക്കണമെന്ന് പറയും. അവിടെ 18.5% കൊണ്ട് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിലെ റേറ്റ് ആണ് 18.5. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു നോൺ കോഓപ്പറേറ്റീവ് അസസി ഒരു പ്രീവിയസ് ഇയറിൽ അവർ മിനിമം 18.5% എങ്കിലും ടാക്സ് കൊടുത്തിരിക്കണം. അതിലൊരിക്കലും ടാക്സിൽ ആ 18.5 കുറഞ്ഞ ഒരിക്കലും ഒരു ടാക്സ് ലയബിലിറ്റി ഉണ്ടാവാതെ പാടില്ല. അതുകൊണ്ടാണ് ഈ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നത് രണ്ട് കാറ്റഗറിയാണ്. പക്ഷേ ഇത് നമുക്ക് പറയാൻ മനസ്സിലാവാൻ വേണ്ടിയുള്ള എളുപ്പത്തിനാണ് രണ്ടായിട്ട് കൊടുത്തേക്കുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് LLPക്ക് എല്ലാ കേസിലും ഇത് ആപ്ലിക്കബിൾ ആണ്. എല്ലാ കേസും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു ഇൻഡിവിജ്വലോ ഫേമോ AOP BOI ഓർ എനി അതർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, അവർക്ക് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നത് അവരുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എപ്പോഴാണോ 20 ലക്ഷത്തിൽ കൂടുതലാവുന്നത് ആ കേസിൽ മാത്രമേ ഒരു ഇൻഡിവിജ്വലോ ഫേമോ അല്ലെങ്കിൽ അതുപോലുള്ള AOP BOയോ AMT അനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ട വരത്തുള്ളൂ. പക്ഷേ അതേസമയം LLP ആണെങ്കിൽ അവർക്ക് അവിടെ ഒരു ലിമിറ്റില്ല. എത്രയാണോ അവരുടെ ഇൻകം ആ ഇൻകത്തിന് അവർ AMT അനുസരിച്ചും ടാക്സ് കൊടുക്കാൻ ലയബിളാണ്. സോ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം,
ഒരു പേഴ്സൺ, അതായത് ഈ നോൺ കോപ്പറേറ്റീവ് എസ്എസ്സി ഒരിക്കലും രണ്ട് രീതിയിലും ടാക്സ് കൊടുക്കേണ്ട വരില്ല. അതായത് നോർമൽ ടാക്സ് പ്രൊവിഷൻ അനുസരിച്ചും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അനുസരിച്ചും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ ഒരാളുടെ ടാക്സ്, ഒരു നോൺ കോപ്പറേറ്റീവ് എസ്എസ്സിയുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ രണ്ടും കണ്ടുപിടിക്കണം. അതായത് ഒരു നോർമൽ പ്രൊവിഷൻ അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം, അതിനുശേഷം ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അനുസരിച്ച് ഒരു ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. ഈ രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം ഏത് ടാക്സ് ലയബിലിറ്റി ആണോ കൂടുതൽ അതായിരിക്കണം ആ നോൺ കോപ്പറേറ്റീവ് എസ്എസ്സിയുടെ ആ പ്രീവിയസ് ഇയറിലെ ടാക്സ് ലയബിലിറ്റി. അതിലേക്ക് നമ്മൾ വരാം. സോ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അനുസരിച്ചുള്ള ടാക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് 18.5%. അതിൻ്റെ കൂടെ സർചാർജ് ഉണ്ടെങ്കിൽ സർചാർജ് ആഡ് ചെയ്യാം, കൂടാതെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടെ ആഡ് ചെയ്യാം. സോ അതാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. സോ ഇനി എങ്ങനെയാണ് ഈ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അനുസരിച്ച് നമ്മൾ ടാക്സ് കണ്ടുപിടിക്കും? സോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ഒരു നോൺ കോപ്പറേറ്റീവ് എസ്എസ്സി രണ്ട് രീതിയിലും ടാക്സ് കൊടുക്കേണ്ട വരില്ല. സോ നമ്മൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു നോൺ കോപ്പറേറ്റീവ് എസ്എസ്സി ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അനുസരിച്ച് ടാക്സ് കൊടുക്കണോ വേണ്ടിയോ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആ നോൺ കോപ്പറേറ്റീവ് എസ്എസ്സി അതൊരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഒരു പാർട്ണർഷിപ്പ് ഫേം ആയിക്കോട്ടെ, അല്ലെങ്കിൽ AOP അല്ലെങ്കിൽ BOI ആയിക്കോട്ടെ, ആദ്യം നമ്മൾ അവരുടെ നോർമൽ ടാക്സ് ലയബിലിറ്റി, അതായത് ഇൻകം ടാക്സ് ആക്ടിലെ നോർമൽ പ്രൊവിഷൻസ് അനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി. ഈ നോർമൽ പ്രൊവിഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവർക്ക് ആപ്ലിക്കബിൾ ആവുന്ന ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ നമുക്ക് അവരുടെ ഗ്രോസ് ടോട്ടലിംഗ് കിട്ടും. ആ ഗ്രോസ് ടോട്ടലിംഗത്തിനകത്തു നിന്ന് അവർക്ക് ആപ്ലിക്കബിൾ ആവുന്ന ഡിഡക്ഷൻസ് ATC തൊട്ട് ATU വരെ ആപ്ലിക്കബിൾ ആവുന്ന ഡിഡക്ഷൻസ് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് അവരുടെ ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകത്തിന് ഇൻഡിവിജ്വൽ ആണെങ്കിൽ സ്ലാബിലിറ്റി ടാക്സ് കണ്ടുപിടിക്കാം, ഫേമിനാണെങ്കിൽ 30% പ്ലസ് സർചാർജ് ഓർ സെസ് ആ രീതിയിൽ ടാക്സ് കണ്ടുപിടിക്കും. സോ അതാണ് നോർമൽ പ്രൊവിഷൻസ് ഓഫ് ടാക്സ് ലയബിലിറ്റി എന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പേഴ്സൻ്റെ ആപ്ലിക്കബിൾ ആവുന്ന ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക, അതിന് നോർമൽ അവർക്ക് ആപ്ലിക്കബിൾ ആവുന്ന ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷമാണ് നമ്മൾ ആ പേഴ്സൺ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അനുസരിച്ച് ടാക്സ് കൊടുക്കണോ വേണ്ടിയോ തീരുമാനിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. സോ അവിടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ഇൻഡിവിജ്വൽ ഫേം AOP അല്ലെങ്കിൽ BOI അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ അവർക്ക് AMT ആപ്ലിക്കബിൾ ആകുന്നത് എപ്പോഴാണ്? അവരുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അവരുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം 20 ലക്ഷത്തിൽ കൂടുതലാണോ നോക്കണം. 20 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് പോകേണ്ട. ആദ്യത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന നോർമൽ ടാക്സ് ലയബിലിറ്റി ആയിരിക്കും അവരുടെ ആ പ്രീവിയസ് ഇയറിലെ ടാക്സ് ലയബിലിറ്റി. സോ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം 20 ലക്ഷത്തിൽ നോക്കണം. സോ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഉടനെ പറയാം. അതിനുശേഷം സ്റ്റെപ്പ് നമ്പർ 3ലേക്ക് വരുമ്പം ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 18.5% എമൗണ്ട് എടുക്കുക, പ്ലസ് സർചാർജ് ഇഫ് എനി, ആൻഡ് ആഡ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അപ്പം ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അനുസരിച്ച് നമുക്കൊരു എമൗണ്ട് ടാക്സ് ലയബിലിറ്റി കിട്ടി. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് ടാക്സ് ലയബിലിറ്റിയാണ്. ടാക്സ് ലയബിലിറ്റി അണ്ടർ നോർമൽ പ്രൊവിഷൻ ആൻഡ് ടാക്സ് ലയബിലിറ്റി അണ്ടർ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. സോ ഈ രണ്ട് ടാക്സ് ലയബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുക. ഇതിൽ ഏറ്റവും വലിയ എമൗണ്ട് ഏതാണോ, ഹയർ ദി എമൗണ്ട്, ആ വലിയ എമൗണ്ട് തന്നെയായിരിക്കും ആ വർഷത്തെ ടാക്സ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ കേസ്. ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. സോ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആ പേഴ്സൺ ഏത് പേഴ്സൺ ആണോ, അത് ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ഫേം ആയിക്കോട്ടെ, AOP അല്ലെങ്കിൽ BOI ആയിക്കോട്ടെ, അവരുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാം. ഓക്കെ, അവരുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം ആ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഡിഡക്ഷൻസ് ക്ലെയിംഡ് അണ്ടർ 80H to 80 RRB എക്സെപ്റ്റ് ATP. അപ്പം നോർമൽ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ആദ്യം ആഡ് ചെയ്യേണ്ട കാര്യമാണ് 80H തൊട്ട് 80 RRB വരെ, 80P ഒഴികെ 80H തൊട്ട് 80 RRB വരെയുള്ള എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് ആഡ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ആഡ് ചെയ്യേണ്ട കാര്യമാണ് ഡിഡക്ഷൻസ് ക്ലെയിം അണ്ടർ സെക്ഷൻ 35 AD നെറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ അണ്ടർ സെക്ഷൻ 32 ഇൻ ടാക്സിബിൾ ഇൻകം. അതായത് അത് ഇൻകം ഫ്രം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിഡക്ഷൻസ് ആണ്. ഈ രണ്ട് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതും ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ മൂന്നാമത് ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റം ഡിഡക്ഷൻസ് ക്ലെയിം അണ്ടർ സെക്ഷൻ 10AA ഇൻ ദ ടാക്സിബിൾ ഇൻകം. 10AA
നമ്മൾ നേരത്തെ പറഞ്ഞത് സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നൊരു ഡിഡക്ഷനാണ് 10AA. അങ്ങനത്തെ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതും തിരിച്ച് ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഈ 3 കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. സോ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്യാം. നമ്മൾ നേരത്തെ ഇതുപോലെ 18.5% ടാക്സ് കണ്ടുപിടിക്കുക. സർചാർജ് ഉണ്ടെങ്കിൽ സർചാർജ് ആഡ് ചെയ്യുക. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുക. എന്നിട്ട് അവരുടെ ടാക്സ് ലയബിലിറ്റി തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്: ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ആസ് പെർ ഇൻകം ടാക്സ്, അതായത് നോർമൽ പ്രൊവിഷൻ അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി, ഓർ ടാക്സ് ഓൺ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. ഇതിലേതാണോ വലിയ എമൗണ്ട് അതായിരിക്കും ആ പേഴ്സൻ്റെ ആ പ്രീവിയസ് ഇയറിലെ ടാക്സ് ലയബിലിറ്റി. സോ അടുത്തൊരു ഏരിയ വന്നിരിക്കുന്നത് AMT ക്രെഡിറ്റ്. സോ AMT ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, AMT ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം, ഒരു പ്രീവിയസ് ഇയറിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു നോൺ കോർപ്പറേറ്റ് അസസ്സി AMT അനുസരിച്ച് അടച്ചിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ടാക്സ് നോർമൽ പ്രൊവിഷൻ അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ബാലൻസ് എമൗണ്ടാണ് AMT ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, AMT ക്രെഡിറ്റ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണോ ഒരു നോൺ കോർപ്പറേറ്റ് അസസ്സി അദ്ദേഹത്തിൻ്റെ നോർമൽ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ നോർമൽ പ്രൊവിഷൻസ് അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റിയേക്കാളും കൂടുതലായിട്ട് AMTയിൽ അനുസരിച്ചുള്ള ടാക്സ് കൊടുക്കുന്നത്, ആ വർഷം മാത്രമേ AMT ക്രെഡിറ്റ് ഉണ്ടാവുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു പ്രീവിയസ് ഇയറിൽ A എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിന് AMT അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി 5 ലക്ഷം രൂപയും നോർമൽ ടാക്സ് പ്രൊവിഷൻ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി 3 ലക്ഷം രൂപയാണെന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വർഷം അദ്ദേഹത്തിന് AMT ക്രെഡിറ്റ് ഉണ്ടാവുന്നുണ്ട്. കാരണം ആ വർഷം അദ്ദേഹത്തിൻ്റെ AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റിയാണ് നോർമൽ ടാക്സ് പ്രൊവിഷനേക്കാളും കൂടുതൽ. അതായത് 5 ലക്ഷം ആണ് AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി. സോ ആ വർഷം അദ്ദേഹം 2 ലക്ഷം രൂപ നോർമൽ പ്രൊവിഷനേക്കാളും കൂടുതലായിട്ട് അടയ്ക്കുന്നുണ്ട്. സോ ആ 2 ലക്ഷം രൂപ, അതായത് AMT അനുസരിച്ചുള്ള 5 ലക്ഷവും നോർമൽ പ്രൊവിഷൻ അനുസരിച്ചുള്ള 3 ലക്ഷവും തമ്മിലുള്ള ഡിഫറൻസ് വരുന്ന ആ 2 ലക്ഷം രൂപയ്ക്കാണ് നമ്മളവിടെ AMT ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ ഇനി വേറെ ആ എക്സാമ്പിളിൽ തന്നെ നമ്മൾ തിരിച്ച് ചിന്തിക്കുക. ആ വർഷം AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി 3 ലക്ഷം രൂപയും നോർമൽ പ്രൊവിഷൻ അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി 5 ലക്ഷം രൂപയാണ് വരുന്നതെങ്കിൽ അവിടെ ഒരിക്കലും AMT ക്രെഡിറ്റ് വരുന്നില്ല. AMT ക്രെഡിറ്റ് വരുന്നത് എപ്പോഴാണോ AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി നോർമൽ പ്രൊവിഷനേക്കാളും കൂടുതൽ വരുന്നത്, ആ സിറ്റുവേഷനിൽ മാത്രമേ അവിടെ AMT ക്രെഡിറ്റ് ഉണ്ടാകുന്നുള്ളൂ. സോ അങ്ങനെ ഉണ്ടാകുന്ന AMT ക്രെഡിറ്റ് ആ ഒരു പേഴ്സൻ്റെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്നാണോ അത് ഉണ്ടാകുന്നത് അന്ന് തൊട്ടുള്ള അടുത്ത 10 വർഷത്തേക്കാണ്. 10 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇയേഴ്സിലേക്കാണ് ഈ AMT ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇനി അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, ആ AMT ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ഏത് വർഷമാണോ അദ്ദേഹത്തിൻ്റെ റെഗുലർ ടാക്സ്, അതായത് നോർമൽ പ്രൊവിഷൻ അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി AMTയേക്കാളും കൂടുതൽ വരുന്നത്, ആ വർഷം മാത്രമേ അദ്ദേഹത്തിന് ഈ AMT ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ അവെയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പം ഈ വർഷം നമുക്കൊരു AMT ക്രെഡിറ്റ്, നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ നമുക്ക് AMT ക്രെഡിറ്റ് ഒരു 2 ലക്ഷം രൂപ ഉണ്ടായിട്ടുണ്ട്. ആ 2 ലക്ഷം രൂപ എനിക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഏത് വർഷമാണോ എൻ്റെ ടാക്സ് ലയബിലിറ്റി, എൻ്റെ നോർമൽ ടാക്സ് ലയബിലിറ്റി AMTയേക്കാളും കൂടുതലാവുന്നത്, ആ വർഷം മാത്രമേ എനിക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വർഷം എനിക്കുണ്ടായ AMT ക്രെഡിറ്റ് ആയ 2 ലക്ഷം രൂപ ഞാൻ ക്ലെയിം ചെയ്തു. അത് അടുത്ത വർഷം വന്നപ്പോൾ എൻ്റെ നോർമൽ ടാക്സ് ലയബിലിറ്റി 3 ലക്ഷം രൂപയും AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി 4 ലക്ഷം രൂപ എന്ന് വിചാരിക്കാം. ആ വർഷം എനിക്കത് AMT ക്രെഡിറ്റ് ആയ 2 ലക്ഷം അവിടെ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. കാരണം AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റിയാണ് അവിടെ കൂടുതൽ. പക്ഷേ മൂന്നാമത്തെ വർഷം എൻ്റെ നോർമൽ ടാക്സ് ലയബിലിറ്റി 3.5 ലക്ഷം രൂപയും AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി 1 ലക്ഷം രൂപയുള്ളെങ്കിൽ ആ വർഷം എനിക്ക് എൻ്റെ AMT ക്രെഡിറ്റ് ആയ 2 ലക്ഷം രൂപ എനിക്ക് അവിടെ അവെയിൽ ചെയ്യാൻ സാധിക്കും. സോ AMT ക്രെഡിറ്റ് അവെയിൽ ചെയ്യണമെങ്കിൽ ഏത് വർഷമാണോ എൻ്റെ AMT അല്ലെങ്കിൽ എൻ്റെ നോർമൽ ടാക്സ് പ്രൊവിഷൻ അനുസരിച്ചുള്ള ലയബിലിറ്റി AMTയേക്കാളും കൂടുതൽ, ആ വർഷം മാത്രമേ എനിക്ക് AMT ക്രെഡിറ്റ് അവെയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ക്രെഡിറ്റ് ഓഫ് AMT ഈസ് അവൈലബിൾ ഈവൻ ഇൻ എ ഇയർ വെയർ നോ ഡിഡക്ഷൻസ് ഈസ് ക്ലെയിംഡ് അണ്ടർ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാത്ത വർഷവും നമുക്ക് AMT ക്രെഡിറ്റ് അവെയിൽ ചെയ്യാം. അതായത് 80H തൊട്ട് 80 RRB വരെയുള്ള, 80P ഒഴികെ 80H തൊട്ട് 80 RRB വരെയുള്ള ഡിഡക്ഷൻസ്. ദെൻ സെക്ഷൻ 10AA പറഞ്ഞിരിക്കുന്ന ഡിഡക്ഷൻ 35AD
35 AD preliminary expense business income from ബിസിനസ്സിനകത്ത് വരുന്ന ഡിഡക്ഷൻ. ദെൻ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ഓഫ് സ്പെസിഫൈഡ് ടാക്സ് പേസ് ഈസ് ബിലോ 20 lakhs. ഈ ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് AMT ക്രെഡിറ്റ് അവിടെ അവൈൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് AMTയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ നോൺ കോർപ്പറേറ്റ് അസസി ഫോർ ദ പ്രീവിയസ് ഇയർ 2018-19. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 95 lakhs, depreciation charge but not allowable rupees 1,50,000, other expenses not allowable rupees 50,000. Then the assessee is eligible for a deduction of rupees 90 lakhs under section 10AA in respect of profit from export business in a special economic zone, and for a deduction of rupees 4 lakh under section 80IB. During the year 2018-19, the assessee has long-term capital gain of rupees 1 lakh and has made the donation of rupees 20,000 to an approved charitable institution. You are required to compute the tax payable if the assessee is a firm or LLP. സോ നമുക്കിവിടെ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അവിടെ ഒരിക്കലും അവർ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അനുസരിച്ച് ടാക്സ് കണ്ടുപിടിക്കാൻ പറയില്ല. നമ്മൾ ആ ക്വസ്റ്റ്യൻ കിട്ടിയതിന് ശേഷം നമ്മൾ നോക്കണം അതിനകത്ത് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞേക്കുന്നത് യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദി ടാക്സ് പേബിൾ ഇഫ് ദ അസസ് ഈസ് എ ഫേം ഓർ LLP. അതായത് ആ ഒരു ഫേം ആണെങ്കിൽ ആ ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം, ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആ ഫേമിൻ്റെ ടോട്ടൽ ഇൻകം എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അവരുടെ ടാക്സ് ലയബിലിറ്റി എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നോർമൽ ഇൻകം ടാക്സ് പ്രൊവിഷൻസ് അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അതിനുശേഷം AMT ആപ്ലിക്കബിൾ ആണെങ്കിൽ AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ രണ്ട് ടാക്സ് ലയബിലിറ്റി തമ്മിൽ കമ്പയർ ചെയ്ത് ഏറ്റവും വലിയ എമൗണ്ട് ഏതാണോ അതായിരിക്കും ആ ഫേമിൻ്റെ ആ വർഷത്തെ ടാക്സ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഈ ഫേമിന് എന്തൊക്കെ ഇൻകം അല്ലെങ്കിൽ ഏതൊക്കെ ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടായെന്നുള്ളത് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. സോ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിപ്രിസിയേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഫേമിന് ഒരു ഇൻകം ഫ്രം ബിസിനസ് ഉണ്ടായിട്ടുണ്ട്. ദെൻ 10AA ഒരു ഡിഡക്ഷൻ വന്നിട്ടുണ്ട്. അതും ഇൻകം ഫ്രം ബിസിനസ്സിനകത്ത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷനാണ്. പിന്നെ ആ ഫേമിനുണ്ടായിരിക്കുന്ന മറ്റൊരു ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനാണ്. ക്യാപിറ്റൽ ഗെയിനകത്ത് ഒരു ഇൻകം വന്നിട്ടുണ്ട്. ഇത്രയുമാണ് അവിടെ ആ ഫേമിനുണ്ടാവുന്ന ഹെഡ്സ് ഓഫ് ഇൻകം. സോ ഇതിൻ്റെ എല്ലാം ടോട്ടൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫേമിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ആ ഗ്രോസ് ടോട്ടലിൽ ഇതിനകത്തുനിന്ന് ഡിഡക്ഷൻസ്, ഇവിടെ ഒരു ഡിഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഡൊണേഷൻ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ 20,000. അപ്പോൾ നമ്മൾ അത് 80Gയിൽ വരുന്ന ഒരു ഡിഡക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ 80Gയിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് അവിടെ നമ്മൾ അതിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്ക് പോകുന്നില്ല. ഇത് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ 80Gയിലെ വിത്ത് ലിമിറ്റ് 50% ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുക. അങ്ങനെ നമ്മളതിനെ എടുത്ത് ആ ഗ്രോസ് ടോട്ടലിനകത്തുനിന്ന് ആ ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമൽ പ്രൊവിഷൻ അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റിയും ദെൻ അതിൽ നിന്ന് AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കും. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇൻകം ഫ്രം ബിസിനസ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം വന്നേക്കുന്നത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. സോ നമ്മൾ അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ടാണ്. സോ നമുക്ക് അവിടെ എമൗണ്ട് വരുന്നത്, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് വരുന്നത് 95 lakhs ആണ്. അതിലൂടെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ ലെസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ നമുക്ക് നോക്കാം. ആ ഓരോ ഐറ്റത്തിലേക്ക് നമുക്ക് പോകാം. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ പറഞ്ഞിരിക്കുന്നത് ഡിപ്രിസിയേഷൻ ചാർജ് ബട്ട് നോട്ട് അലൗബിൾ ₹1,50,000. അതായത് ഡിപ്രിസിയേഷൻ ഓൾറെഡി അവർ P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്തു, അതായത് P&L അക്കൗണ്ടിൽ അവർ ഡെബിറ്റ് ചെയ്തു. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അലോ ചെയ്യാത്ത ഒരു എക്സ്പെൻസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് സമ്മതിക്കാത്ത ഒരു എക്സ്പെൻസ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അതിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂട്ടത്തിൽ തിരിച്ച് ആഡ് ചെയ്യണം. സോ ഡിപ്രിസിയേഷൻ നോട്ട് അലൗബിൾ. അവിടെ വരുന്ന എമൗണ്ട് 1,50,000. ദെൻ അടുത്ത് വരുന്നത് അതർ എക്സ്പെൻസസ് നോട്ട് അലൗബിൾ, അതായത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു എക്സ്പെൻസ് ആണ്, പക്ഷേ അത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് അലൗബിൾ അല്ല. സോ അത് നമ്മൾ ആഡ് ചെയ്യണം. അതർ എക്സ്പെൻസസ് ആയിട്ട് വരുന്നത് 50,000. ഓക്കെ, അപ്പോൾ മൊത്തമായിട്ട് വരുന്ന മൊത്തം കൂടെ ആഡ് ചെയ്യേണ്ട ടോട്ടൽ ഐറ്റം വരുന്നത് 2 lakhs ആണ്. ഇനി നോക്കേണ്ടത് ദ അസസി ഈസ് എലിജിബിൾ ഫോർ എ ഡിഡക്ഷൻ ഓഫ് ₹90 lakhs അണ്ടർ സെക്ഷൻ 10AA ഇൻ റെസ്പെക്ട് ഓഫ് ദ പ്രോഫിറ്റ് ഫ്രം എക്സ്പോർട്ട് ബിസിനസ് ഇൻ എ സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചെയ്യേണ്ടത് ഇനി ലെസ് നെറ്റ് പ്രോഫിറ്റിനകത്തുനിന്ന് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിനി നേരെ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. അതായത് 95 lakhs മൈനസ് 2 lakh പ്ലസ് അല്ല ആഡ് ചെയ്യേണ്ട. പ്ലസ് 2 lakh. സോ നമുക്കവിടെ 97 lakhs ആണ് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് വേണം നമ്മൾ എക്സ്പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോണിലെ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 10AA ആ ഡിഡക്ഷൻ നമ്മൾ ക്ലെയിം ചെയ്യും. സോ ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 10AA. സോ 10AA വരുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് 90 lakhs ആണ്. 90 lakhs നമ്മൾ കുറയ്ക്കുക. സോ കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ആണ് ഇൻകം ഫ്രം ബിസിനസ് 97 lakh മൈനസ് 90 lakhs. സോ നമുക്കവിടെ 7 lakh ആണ് ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഫേമിനുമായിട്ട് അടുത്തായിട്ട് ഉണ്ടായിരിക്കുന്ന മറ്റൊരു എഡ്ജ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇത് വരുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് 1 lakh rupees ആണ്. സോ 1 lakh. വേറെ എഡ്ജ് ഓഫ് ഇൻകം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഫേമിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 7 lakh പ്ലസ് 1 lakh, ദാറ്റ് ഇസ് 8 lakh ആണ് ഫേമിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 80IB പ്രകാരം ഒരു ഡിഡക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 80IBയിൽ ഒരു 4 lakh rupees ഉണ്ട്. 4 lakh rupees, 4 lakh. ദെൻ അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വിത്ത് ലിമിറ്റ് 50% കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. ദെൻ അങ്ങനെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനകത്തുനിന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കുറച്ച് കിട്ടുന്ന അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% എടുക്കുക. അതാണ് ലിമിറ്റ്. ആ ലിമിറ്റ് അല്ലെങ്കിൽ ഈ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്ന ഡൊണേഷനായി 20,000 വിച്ചെവർ ഈസ് ലെസ് എടുക്കുക. വിച്ചെവർ ഈസ് ലെസ് ആയിട്ട് വരുന്നത് 20,000 ആണ്. അതായത് 8 lakhനകത്തുനിന്ന് 1 lakh ഗ്രോസ് ടോട്ടൽ ഇൻകമായി 7 lakhനകത്തുനിന്ന് 1 lakh പോയി കഴിയുമ്പോൾ ബാക്കിയുള്ളത് 7 lakh ആണ്. 7 lakhൻ്റെ 10% എന്ന് പറയുന്നത് 70,000 ആണ്. സോ ലിമിറ്റ് എന്ന് പറയുന്നത് 70,000 ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ എമൗണ്ട് 20,000 ആണ്. സോ അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. സോ 20,000ൻ്റെ നേരെ 50% എടുക്കാം. സോ നമുക്ക് കിട്ടുന്നത് 80Gയിൽ കിട്ടുന്നത് 20,000ൻ്റെ 50%, ദാറ്റ് ഈസ് 10,000. സോ ഈ രണ്ട് ഡിഡക്ഷൻസ് ആണ് 80C തൊട്ട് 80U വരെ ഉള്ളത്. സോ ഈ രണ്ട് ഡിഡക്ഷൻസ് ഗ്രോസ് ടോട്ടലിൻ്റെ ഇതിനകത്തുനിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും.
ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് 80 IBയിലെ ഡിഡക്ഷൻ കുറയ്ക്കുക, ദെൻ 80 Gയിലെ ഡിഡക്ഷൻ കുറയ്ക്കുക. സോ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത് 3,90,000. സോ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടത് ഈ ടോട്ടൽ ഇൻകം നോർമൽ ടാക്സ് പ്രൊവിഷൻസ് അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു, 3,90,000. നമുക്കിനി അറിയാം ഈ ടോട്ടൽ ഇൻകത്തിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ടാക്സ് റേറ്റ് ആണ്. അതായത് ടോട്ടൽ ഇൻകത്തിനകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ടാക്സ് റേറ്റ് 20% ആണ് വരുന്നത്. സോ ഈ 3,90,000-നകത്തുനിന്ന് ഒരു 1 lakh ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്. സോ ആ 1 lakhന് നമ്മൾ സെപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. സെപ്പറേറ്റ് ടാക്സ് റേറ്റ് ആയി 20% വേണം കൊടുക്കാൻ. സോ ഈ ടോട്ടൽ ഇൻകമായ 3,90,000-നകത്തെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് നമ്മൾ 20% ടാക്സ് കൊടുക്കും. സോ ടാക്സ് ഓൺ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അറ്റ് 20%. അതായത് 1 lakhന്റെ 20%. സോ നമുക്ക് അവിടെ വരുന്നത് 20,000. ദെൻ ബാലൻസ് ഉള്ള എമൗണ്ട്, ബാലൻസ് ടോട്ടൽ ഇൻകം. ബാലൻസ് ടോട്ടൽ ഇൻകത്തിന് നമുക്കറിയാം ഫെയിം ആയതുകൊണ്ട് ടാക്സ് ലയബിലിറ്റി വരുന്നത് 30% ആണ്. സോ ബാലൻസ് ഓഫ് ടോട്ടൽ ഇൻകം അറ്റ് 30%. 30% പറയുമ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് 3,90,000-നകത്തുനിന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയ 1 lakh പോയി കഴിയുമ്പോഴുള്ള ബാലൻസ് എമൗണ്ട്. അതായത് 2,90,000-ൻ്റെ 30%. സോ 2,90,000-ൻ്റെ 30% വരുന്നത് 87,000 ആണ്. സോ ഇനി ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 20,000 പ്ലസ് 87,000. നമുക്ക് 1,07,000 കിട്ടി. അതിൻ്റെ കൂടെ സർചാർജ് ഉണ്ടെങ്കിൽ സർചാർജ് ആഡ് ചെയ്യണം. ഇവിടെ സർചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ ആഡ് ചെയ്യാനുള്ളത് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ്. ആഡ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നത് 1,07,000-ൻ്റെ 4%. 1,280. സോ നെറ്റ് ടാക്സ് വരുന്നത് 1,07,000 പ്ലസ് 4,280. സോ 1,11,280 ആണ് നോർമൽ ടാക്സ് പ്രൊവിഷൻസ് അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി. സോ നോർമൽ പ്രൊവിഷൻ അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ടാക്സ് ലയബിലിറ്റി അണ്ടർ AMT ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അനുസരിച്ച് ടാക്സ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെ കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് നമുക്കറിയാം അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം 20 ലക്ഷത്തിൽ കൂടുതലാണോ അല്ലയോ എന്നുള്ളത് നോക്കണം. സോ നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. സോ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് അറിയാം. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ 80H തൊട്ട് 80 RRB വരെ എന്തെങ്കിലും ഡിഡക്ഷൻസ് 80P ഒഴികെ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. ദെൻ 35 ADയിലെ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. സെക്ഷൻ 10AA ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. ഈ 3 കാര്യങ്ങൾ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. സോ നമുക്ക് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ഇൻകമായ നമ്മുടെ ടോട്ടൽ ഇൻകം നമ്മളോട് കണ്ടുപിടിച്ചിട്ടുണ്ട് 3,90,000. 3,90,000-ൻ്റെ കൂടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഐറ്റം പറഞ്ഞിരിക്കുന്നത് 80H തൊട്ട് 80 RRB 80P ഒഴികെ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് 80 കൂട്ടി 2 ഡിഡക്ഷൻ ആണുള്ളത്, 80 IBയും 80 IG-യും. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 80H തൊട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്, 80H തൊട്ട് 80 RRB വരെ. അപ്പം 80G അവിടെ വരില്ല, അവിടെ വരുന്നത് 80 IB ആണ്. സോ ആ 80 IBയുടെ ഡിഡക്ഷനായ 4 lakh നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം.
ദെൻ അടുത്ത ആഡ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത് 35ADയിലെ ഡിഡക്ഷൻസ്, അങ്ങനത്തെ ഒരു ഡിഡക്ഷൻ ഇതിനകത്തില്ല. ദെൻ പറഞ്ഞിരിക്കുന്നത് 10AA എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ 10AA ഒരു ഡിഡക്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് 90 lakhs ആണ്. സോ അത് നമ്മൾ ആഡ് ചെയ്യണം പ്ലസ് 90 lakhs. സോ ഇത്രയുമാണ് അഡ്ജസ്റ്റഡ് ടോട്ടലിംഗ് വരുന്നത്. സോ അഡ്ജസ്റ്റഡ് ടോട്ടലിംഗ് എന്ന് പറയുന്നത് 3,90,000 പ്ലസ് 4 lakh പ്ലസ് 90 lakhs. സോ നമുക്ക് 97,90,000 ആണ് അഡ്ജസ്റ്റഡ് ടോട്ടലിംഗ് കിട്ടിയത്. സോ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം 20 ലക്ഷത്തിൽ കൂടുതലായതുകൊണ്ട് ഫെയിമിന് AMT അനുസരിച്ച് ഉള്ള ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യേണ്ടതാണ്. സോ ഇനി നമ്മൾ ടാക്സ് ലയബിലിറ്റി അണ്ടർ AMT എന്ന് പറയുന്നത് നമുക്കറിയാം 18.5% ഓഫ് അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതായത് അതെന്ന് പറയുന്നത് എന്താണ് 97,90,000 18.5%. സോ അതിവിടെ വരുന്നത് 97,90,000 ഇൻറ്റു 18.5 ഡിവൈഡ് ബൈ 100. സോ അവിടെ വരുന്നത് 80,11,150 ആണ് അവിടെ വരുന്ന ടാക്സ് ലയബിലിറ്റി. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട സർചാർജ് ഇല്ല. പിന്നെ വരുന്നത് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ്. സോ അതായത് 80,11,150 4%. സോ ദാറ്റ് ഈസ് 72,446. സോ ടാക്സ് ലയബിലിറ്റി അണ്ടർ AMT വരുന്നത് 80,11,115 പ്ലസ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 80,83,596. അതിനെ നമ്മൾ നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 80,83,596 റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 600. ഇതാണ് AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റി. ഇനി ഇപ്പം നമുക്ക് രണ്ട് രീതിയിലുള്ള ടാക്സ് ലയബിലിറ്റി കണ്ടിട്ടുണ്ട്. ടാക്സ് ലയബിലിറ്റി അണ്ടർ നോർമൽ പ്രൊവിഷൻ വരുന്നത് 1,11,218. ടാക്സ് ലയബിലിറ്റി അണ്ടർ AMT വരുന്നത് 80,83,600 ആണ്. സോ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക. ഇതിൽ ഏറ്റവും വലിയ എമൗണ്ട് ഏതാണോ അതായിരിക്കും ആ ഫെയിമിൻ്റെ ആ വർഷത്തെ ടാക്സ് ലയബിലിറ്റി. ഇവിടെ വലിയ എമൗണ്ട് വരുന്നത് 80,83,600 ആണ്. സോ ആ ഫെയിമിൻ്റെ ആ വർഷത്തെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് AMT അനുസരിച്ചുള്ള 80,83,600 ആണ്. അപ്പോൾ നമ്മളിനി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞൊരു കാര്യമാണ് AMT ക്രെഡിറ്റ്. അതായത് ഏത് വർഷമാണോ ഒരു പേഴ്സൺ നോർമൽ ടാക്സ് ലയബിലിറ്റി അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റിയേക്കാളും കൂടുതൽ AMT അനുസരിച്ച് ടാക്സ് കൊടുക്കുന്നത് ആ വർഷമാണ് അദ്ദേഹത്തിന് AMT ക്രെഡിറ്റ് ഉണ്ടാകും. ഈ വർഷം ഇദ്ദേഹത്തിൻ്റെ നോർമൽ പ്രൊവിഷൻ അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റിയേക്കാളും കൂടുതൽ AMT അനുസരിച്ചുള്ള ടാക്സ് ലയബിലിറ്റിയാണ് കൊടുത്തേക്കുന്നത്. സോ അത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇവിടെ AMT ക്രെഡിറ്റ് എന്ന് പറയുന്നത് 80,83,600 മൈനസ് ടാക്സ് ലയബിലിറ്റി അണ്ടർ നോർമൽ പ്രൊവിഷനായ 1,11,280. സോ അവിടെ എമൗണ്ട് വരുന്നത് സോ 17,72,320. ഇതാണ് ആ ഫെയിമിൻ്റെ AMT ക്രെഡിറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു പ്രോബ്ലത്തിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് AMT അനുസരിച്ച് ടാക്സ് കണ്ടുപിടിക്കാൻ പറയില്ല. നമ്മൾ നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റിയും കണ്ടുപിടിച്ചതിന് ശേഷം അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ AMT അനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കണം. ഇത്രയുമാണ് നമ്മൾ ഈ സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.